എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി കുക്കു ത്രിനിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലെമൺ റൈസിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. ഇത് പെട്ടെന്ന് തയ്യാറാക്കാം എന്നുള്ളത് മാത്രമല്ല, ഇത് കുറേ നേരം കേടാകാതെ ഇരിക്കും എന്നുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരി വേവിച്ചെടുക്കണം. ഞാനിവിടെ ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഒത്തന്റിക് ലെമൺ റൈസ് റെസിപ്പിക്ക് ഉപയോഗിക്കുന്നത് പൊന്നിയരി അല്ലെങ്കിൽ സോന മസൂരി റൈസ് ഒക്കെയാണ്. ഞാനിവിടെ നമുക്ക് കിട്ടാൻ എളുപ്പമുള്ളത് ബസ്മതി റൈസ് ആയതുകൊണ്ട് അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ പാത്രത്തിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് അത് തിളച്ച് വന്നപ്പം അതിലേക്ക് വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ 2 കപ്പ് അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരി കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊരു 2-3 പ്രാവശ്യം കഴുകി എടുത്താൽ മതി. ഇനി ഇതൊന്ന് വെന്ത് വരണം. അരി വേണമെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ വേവിച്ച് വെക്കാവുന്നതാണ്. രാവിലെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനുള്ളതാണെങ്കിൽ അരി തലേദിവസം രാത്രി വേവിച്ച് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് രാവിലെ ആ ചോറെടുത്ത് ഉപയോഗിച്ചാൽ മതി. അപ്പൊ നമുക്ക് രാവിലെയുള്ള ആ ഒരു പണി എളുപ്പമാക്കുകയും ചെയ്യാം. അരിയൊക്കെ ഇപ്പൊ നല്ല കണക്കിന് വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി മാറ്റണം. എന്നിട്ട് ഈ ചോറ് വേഗം ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 പ്ലേറ്റിലേക്ക് ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ലെമൺ റൈസിൽ നമുക്ക് കുറച്ച് നിലക്കടല കൂടി വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് നിലക്കടല വറുത്തെടുക്കാം. അപ്പൊ ഞാൻ കുഴിവുള്ള ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു 1/4 കപ്പ് നിലക്കടല ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുവാണ്. ഇതും നമുക്ക് വേണമെങ്കിൽ നേരത്തെ ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ വറുത്ത നിലക്കടല ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പൊ നമ്മുടെ ലെമൺ റൈസിന് വേണ്ടിയിട്ടുള്ള ചോറും കപ്പലണ്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പൊ ഞാൻ ഇതുപോലെ വലിയൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വന്നപ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഈ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും 1/2 ടീസ്പൂൺ തന്നെ കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പം തീ കുറച്ച് വെച്ചിട്ട് വേണം ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മൂത്തു പോകും. പിന്നെ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ മക്കൾക്ക് ഇത് കഴിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിലേക്ക് നമ്മളൊരു 4 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് മൂപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ ലെമൺ റൈസിന്റെ റെസിപ്പീസ് ഒക്കെ കണ്ടാൽ അറിയാം, അതൊരു മഞ്ഞ നിറത്തിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ കപ്പലണ്ടി നമ്മുടെ ലെമൺ റൈസിന് നല്ലൊരു ക്രഞ്ചിനെസ് കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കപ്പലണ്ടി ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ കുറച്ച് കുറവ് എടുത്താലും മതി. ഇതിലേക്ക് നമ്മൾ ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം മാത്രം മതി, കാരണം നമ്മൾ ചോറിലേക്ക് ഉപ്പ് ചേർത്തിട്ടാണല്ലോ വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് ചൂടോടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ കുഴഞ്ഞു പോവുകയും അതുപോലെ തന്നെ പൊടിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഈ ചോറ് വെന്തതിന് ശേഷം നന്നായിട്ട് തണുക്കണം എന്ന് പറയുന്നത്. പറ്റുമെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാലും നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ ചോറ് നമ്മൾ തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ രാവിലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യുന്ന പണിയേ ഉള്ളൂ. അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും, ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോകാതെ. അപ്പൊ ഞാൻ വേവിച്ച് വെച്ചിരുന്ന
ചോറിൽ നിന്ന് ഒരു പകുതിയോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂണോളം നാരങ്ങ നീര് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു 1/4 ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ചോറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ബാക്കിയുള്ള നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ബാക്കി ഉണ്ടായിരുന്ന നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളി ഒരല്പം മുമ്പോട്ട് നിൽക്കുന്നതാണ് ഇതിൻ്റെ പാകം. അപ്പം അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ എടുത്ത് വെച്ചിരുന്ന 6 ടേബിൾ സ്പൂണും നാരങ്ങാനീരും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവസാനമായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം നമ്മൾ തണുത്ത ചോറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പൊ ഈ ചോറൊന്ന് ചൂടായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു അല്പം നേരം ഒന്ന് മൂടി വെച്ച് അടച്ച് ചെറുതീയിൽ ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പൊ ചോറൊക്കെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പോൾ അല്പം പുളിയൊക്കെയുള്ള നല്ല ക്രഞ്ചി ആയിട്ടുള്ള ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഈ റൈസിന്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് പെട്ടെന്ന് കേടാകാത്തത് കൊണ്ട് തന്നെ യാത്രയ്ക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളൊരു റൈസ് റെസിപ്പി കൂടിയാണിത്. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല, ഒരു സാലഡിന്റെ പോലും ആവശ്യമില്ല. നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണിത്. ഇത് റെഡിയാക്കാനായിട്ട് ബസ്മതി റൈസ് തന്നെ വേണം എന്നൊന്നുമില്ല. സോനാ മസൂരി റൈസോ പൊന്നിയരിയോ സാധാരണ പച്ചരിയോ ഒക്കെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണെങ്കിൽ തലേദിവസം തന്നെ ഈ അരി ഒന്ന് വേവിച്ച് തണുപ്പിച്ച് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. രാവിലെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ടിഫിൻ ബോക്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും. മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.